എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 27 നക്ഷത്രങ്ങളുടെയും ദിവസഫലമാണ് നമ്മൾ പരിശോധിക്കുന്നത്. ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ വിഷയത്തിലേക്ക് പോകാം. ആദ്യമായി അശ്വതി നക്ഷത്രമാണ്. സാമൂഹിക സാംസ്കാരിക രംഗത്ത് അസാധാരണമായ ചില മാറ്റങ്ങൾ നിങ്ങളിൽ വരുത്തുവാൻ സാധിക്കും. ചില രംഗത്ത് വളരെയധികം ധ്രുവീകരണവും ഇന്നത്തെ ദിവസം കാണുവാൻ സാധ്യത കാണുന്നു. അടുത്തത് ഭരണി നക്ഷത്രമാണ്. തൊഴിൽ രംഗത്ത് ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. പുതിയ തൊഴിൽ മേഖലയിൽ പ്രവേശിക്കുന്നതിനും കഴിയും. നൂതന സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കും. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. വിദേശയാത്ര തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കും. ഗൃഹനിർമ്മാണത്തിന് സാധ്യത കാണുന്നു. ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇന്നത്തെ ദിവസം അത്യാവശ്യമാണ്. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. കർമ്മരംഗത്ത് അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടാകും. നൂതന സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ ശ്രമിക്കും. മന്ദത നിലനിൽക്കുമെങ്കിലും പരിശ്രമങ്ങൾ വിജയിക്കും. അടുത്തത് മകയിരം നക്ഷത്രമാണ്. വീട്ടമ്മമാർക്ക് അഭീഷ്ടസിദ്ധി ഉണ്ടാകും. പുതിയ ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് താമസം തുടങ്ങും. പുതിയ ഗൃഹോപകരണങ്ങളും മറ്റും വാങ്ങുന്നതായിരിക്കും. വാഹനം മേടിക്കുവാനുള്ള പദ്ധതിയിടും. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. ധനപരമായ നേട്ടങ്ങൾ കൈവരും. പുതിയ പ്രവർത്തന മേഖലയിൽ പ്രവേശിക്കുന്നതിന് കഴിയും. നൂതന സംരംഭങ്ങൾ തുടങ്ങും. വിദ്യാർത്ഥികൾക്ക് ഗുണകരമായ ദിവസം. അടുത്തത് പുണർദം നക്ഷത്രമാണ്. കലാ അഭിനയ രംഗത്തുള്ളവർക്ക് അപൂർവമായ ചില അവസരങ്ങൾ കൈവരുന്നതിന് സാധ്യത. സാമ്പത്തിക രംഗം പുത്തൻ ഉണർവിലേക്ക് കുതിക്കും. കാർഷിക രംഗത്ത് പുരോഗതി ഉണ്ടാകും. അടുത്തത് പൂയം നക്ഷത്രമാണ്. വ്യാപാരികൾക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും ഉണ്ടാവുക. ഏത് കാര്യത്തിലും വളരെയധികം ശ്രദ്ധ പാലിക്കുക. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. പൊതുവെ ഗുണദോഷ സമ്മിശ്ര അവസ്ഥയായിരിക്കും ഉണ്ടാവുക. സ്വയം തൊഴിൽ, വ്യാപാരം ഇവ ചെയ്യുന്നവർ വളരെ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ നഷ്ടസാധ്യത കാണുന്നുണ്ട്. അടുത്തത് മകം നക്ഷത്രമാണ്. ഉദ്യോഗസ്ഥർക്ക് പ്രതികൂലമായ സ്ഥാനചലനങ്ങൾ ഉണ്ടാകാം. വിദ്യാർത്ഥികൾ വളരെ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ പരാജയ സാധ്യത കാണുന്നുണ്ട്. അടുത്തത് പൂരം നക്ഷത്രമാണ്. അപ്രതീക്ഷിതമായ വീഴ്ച, പരിക്കുകൾ ഇവ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. അവിചാരിതമായ തടസ്സങ്ങൾ പല കാര്യങ്ങളിലും വന്നു ചേരാം. അടുത്തത് ഉത്രം നക്ഷത്രമാണ്. ബന്ധുവിരോധം, മറ്റ് അസ്വസ്ഥതകൾ ഇവയൊക്കെ വന്നേക്കാം. ഉദ്യോഗസ്ഥർക്ക് വകുപ്പ് തല നിയമ നടപടികളോ ശാസനകളോ നേരിടേണ്ടതായി വന്നേക്കാം. അടുത്തത് അത്തം നക്ഷത്രമാണ്. നൂതനമായ പ്രവൃത്തി മേഖലയിൽ പരീക്ഷണം നടത്തുന്നതിന് തീരുമാനമെടുക്കും. വിദ്യാർത്ഥികൾക്ക് വളരെ ഗുണം ഉണ്ടാകുന്ന ദിവസമായിരിക്കും. ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ സ്ഥലം മാറ്റങ്ങൾ അഥവാ സ്ഥാനമാറ്റങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അടുത്തത് ചിത്ര നക്ഷത്രമാണ്. വീട്ടമ്മമാർക്ക് നൂതന വസ്ത്ര ആഭരണാദികൾ, ഗൃഹോപകരണങ്ങൾ ഇവ ലഭിക്കുവാനുള്ള യോഗം. വിദേശ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അറിയിപ്പ് ലഭിക്കും. അടുത്തത് ചോതി നക്ഷത്രമാണ്. വീട്ടമ്മമാർക്ക് പുതിയ വസ്ത്ര ആഭരണങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത. ഗൃഹനിർമ്മാണം നടത്തുന്നവർക്ക് അമിത ചെലവുണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. വിദേശയാത്ര, തൊഴിൽ ഇവയ്ക്ക് ശ്രമിക്കുന്നവർക്ക് ശുഭകരമായ വാർത്തകൾ കേൾക്കുവാൻ ഇടവരും. വിദ്യാർത്ഥികൾക്ക് നല്ല നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. അടുത്തത് അനിഴം നക്ഷത്രമാണ്. സാമ്പത്തിക നേട്ടങ്ങൾ വന്നുചേരും. നൂതന സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കും. വിദ്യാർത്ഥികൾക്ക് നല്ല പുരോഗതി ഉണ്ടാകും. ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ മാറ്റങ്ങളും സ്ഥാനക്കയറ്റവും ലഭിക്കും. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. വിദേശ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അതിന് സാധിക്കുന്നതാണ്. ഗൃഹനിർമ്മാണം നടത്തുന്നവർ പാഴ്ചെലവും സ്തംഭനാവസ്ഥയും ഉണ്ടാകാതെ ജാഗ്രത പാലിക്കുക. അടുത്തത് മൂലം നക്ഷത്രമാണ്. വിദ്യാർത്ഥികൾക്ക് വളരെ നേട്ടങ്ങൾ ഉണ്ടാകും. ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ മാറ്റങ്ങൾ, സ്ഥാനപ്രാപ്തി എന്നിവ ഉണ്ടാകുന്നതിന് സാധ്യത. അടുത്തത് പൂരാടം നക്ഷത്രമാണ്. വിദ്യാർത്ഥികൾക്ക് വളരെയധികം നേട്ടങ്ങൾ ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. സ്വന്തം പ്രയത്നത്താൽ സകല തടസ്സങ്ങളും മറികടന്ന് ഉയർച്ചയിലേക്ക് എത്തുവാൻ സാധിക്കും. അടുത്ത ഉത്രാടം നക്ഷത്രമാണ്. വിദ്യാർത്ഥികൾക്ക് വലിയ നേട്ടങ്ങൾ കൈവരിക്കുവാനാകും. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും വ്യാപാര രംഗത്തുള്ളവർക്കും നല്ല പുരോഗതി നേടുവാനാകും. അടുത്തത് തിരുവോണം നക്ഷത്രമാണ്. ഏത് കാര്യത്തിലും അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് നല്ല പുരോഗതി നേടാനാകും. ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ മാറ്റങ്ങൾ വന്നുചേരും. വിദേശ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അതിന് സാധിക്കും. അടുത്തത് ഔട്ടം നക്ഷത്രമാണ്. ധനനഷ്ടങ്ങൾ, ഇച്ഛാഭംഗം, മനക്ലേശം, അലച്ചിൽ ഇവയൊക്കെ വന്നു ഭവിച്ചേക്കാവുന്നതാണ്. വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോവുക. അടുത്ത ചതയ നക്ഷത്രമാണ്. ധനനഷ്ടങ്ങൾ, ഇച്ഛാഭംഗം, അലച്ചിൽ ഇവ ഉണ്ടാകാം. വിദ്യാർത്ഥികൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പരാജയ സാധ്യത കാണുന്നുണ്ട്.
അടുത്തത് പൂരുരുട്ട നക്ഷത്രമാണ്. അന്യരാജ്യത്ത് ജോലി ചെയ്യുന്നവർ വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ പ്രയാസങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. കർമ്മരംഗത്ത് തടസ്സങ്ങളും മറ്റു പ്രയാസങ്ങളും ഉണ്ടായേക്കാം. ധനനഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അടുത്തത് ഉത്രട്ടാത നക്ഷത്രമാണ്. കടബാധ്യത വർദ്ധിക്കാതെ സൂക്ഷിക്കുക. ഗൃഹനിർമ്മാണം പകുതിയിൽ നിന്നുപോകുന്നതിനോ ഭീമമായ പാഴ്ചെലവ് ഉണ്ടാകുന്നതിനോ സാധ്യത കാണുന്നുള്ളൂ. പാഴ്ചെലവുകൾ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. അവസാനമായി രേവതി നക്ഷത്രമാണ്. ആരോഗ്യം തൃപ്തികരമായിരിക്കും. വിദ്യാർത്ഥികൾ പഠനത്തിൽ അലസത കാണിക്കുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമായ ദിവസമായിരിക്കും. സാമ്പത്തികമായ അമിത ചെലവ് നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വിഷയമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.